ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. ഒരു പ്രാവശ്യം കൂടി എല്ലാവർക്കും വിശേഷ വന്ദനം അറിയിച്ചുകൊണ്ട് നാം ഈ പ്രാവശ്യം എടുത്ത കർത്താവിന്റെ ദൂതിലേക്ക് നമ്മെ നമുക്ക് നീങ്ങാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. നാം എടുത്ത വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലാണ്. അതിനകത്ത് ദൈവം നിർദ്ദേശിക്കുന്ന ഒരു പേര് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നാം ആ ദൂത് ഇപ്രാവശ്യം എടുപ്പാൻ തക്കവണ്ണം ആമേൻ. ദൈവം നമ്മുടെ പേര് നിർദ്ദേശിച്ചാൽ അത് കൺഫർമേഷൻ ആണെന്നും അത് ലോങ് ലൈഫിലേക്ക് നിൽക്കുന്ന വിഷയമാണ് ബന്ധപ്പെട്ടുള്ള ഒരു ദൈവപ്രവൃത്തിയാണ്. അതോടെ ഈ മാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളൊരു പ്രാവശ്യം പറയാം. ഇന്ന് നമ്മുടെ പേര് ദൈവം നിർദ്ദേശിക്കാൻ പോവുകയാണ്. ദൈവം പേര് നിർദ്ദേശിച്ചാൽ അത് ജയിക്കും. മുൻപന്തിതാണ്. ഈ ദിവസങ്ങളിൽ ഇലക്ഷന് വേണ്ടിയുള്ള നടക്കുന്ന സമയത്തുകൊണ്ട് മനുഷ്യന്റെ നിർദ്ദേശങ്ങൾക്കെല്ലാം പരിമിതി വീഴുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തിക്കൊന്നും പരിമിതി വീഴുന്നില്ല. അതുമായി ബന്ധപ്പെട്ട വെളിപ്പാടാണ്. വായിക്കാം. ന്യായാധിപന പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ നിങ്ങൾ ആരാകുന്നു കനാനിലൂടെ യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. ദേശം ഞാൻ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന വാക്ക്. ഒന്ന്, യഹൂദ പുറപ്പെടട്ടെ എന്നുള്ളതായ ഒരു ശബ്ദം. യഹൂദ പുറപ്പെട്ടെങ്കിലേ കനാന്യരുടെ മുമ്പാകെ ഇസ്രായേൽ ജയിക്കൂ എന്ന വാക്ക് ദൈവം പണ്ടേ നിർണയിച്ചു വെച്ചിരിക്കുന്നു എന്ന വിഷയമാണ്. ആദ്യം നമുക്ക് 12 ന്യായാധിപ പുസ്തകത്തിനകത്തുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ചിന്തിക്കായിരുന്നു, ഓരോ വ്യക്തികളെയും ന്യായപാലനത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ ദൈവം പണ്ടേ തന്റെ പുസ്തകത്തിനകത്ത് ഫെലിസ്ത്യനോട് യുദ്ധാക്കാൻ പോകണം, ഗിദെയോൻ പോകണമെന്ന് വിദ്യാനുണ്ടാകുന്നു, കനാന്യയോട് പോരാടാൻ തക്കവണ്ണം യഹൂദ പുറപ്പെടണം. ഇങ്ങനെ ഓരോ പേരുകളും എന്റെ അകത്ത് ഓടി വന്നു. അതെല്ലാം കൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ഉപാസന ചിന്തിച്ച് അതിന് വെളിപ്പെടുത്താൻ എടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ ആ പേരുകൾ വരുമ്പോൾ നമ്മുടെ പേര് ഓർക്കണം, നമ്മുടെ കുടുംബത്തിന്റെ പേര് ഓർക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര് ഓർക്കണം. കർത്താവിന്റെ ദൈവമേ, എന്റെ പേര് കൂടി ഒന്ന് നിർദ്ദേശിക്കണേ. ചില ഉയർച്ചകൾക്ക്, ചില പ്രമോഷനുകൾക്ക് എന്റെ തലമുറ പേരൊന്ന് നിർദ്ദേശിക്കണമേ എന്ന് ഈ വെളിപ്പാട് വെച്ച് നാം ചിന്തിക്കണം. ആ കരം ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഈ സന്ദേശം നമുക്ക് അനുഗ്രഹമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്നുകൂടി ആ ചിന്തയിലേക്ക് വരുന്നു. ഇസ്രായേൽ യോശുവ മരിച്ചു. ജനം നേതാവില്ലാത്ത ഒരു ശൂന്യത അനുഭവിക്കുന്നു. ജനം ബോധിച്ചതുപോലെ നടക്കുമെന്ന് ഭയമുണ്ട്. അസ്വസ്ഥതകൾ കൊണ്ട് പൊതിയപ്പെട്ട അന്തരീക്ഷത്തിനകത്ത് ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, അല്ലെങ്കിൽ ആത്മനിയോഗമുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ആത്മഭാരമുള്ള വ്യക്തി, അല്ലെങ്കിൽ നാശം വരരുത്, ജയം വരണം എന്ന് പ്രാർത്ഥിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പണ്ട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാഥനില്ലാത്ത കർവിയായി ഞങ്ങൾ രാജ്യം നിൽക്കുമ്പോൾ കനാന്യർ ഞങ്ങളെ വാഴുവാൻ കൊതിക്കുന്നതുകൊണ്ട്, അവർ ഞങ്ങളെ പീഡിപ്പിക്കുവാൻ തക്കവണ്ണം തലപൊക്കിയതുകൊണ്ട് ഞങ്ങളെ കനാന്യ ശക്തിയിൽ നിന്നും ജയമെടുക്കാൻ തക്കവണ്ണം ഒരുവരെ പേര് നിർദ്ദേശിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു യഹൂദ. കരമുയർത്തി പറയണം, യഹൂദ. വാ തുറന്ന് ആര് പുറപ്പെടണം? യഹൂദ പുറപ്പെടണം. ഇന്ന് ഞാൻ പ്രവചനാത്മാവിൽ ദൈവജനത്തിൽ പറയാം, നിങ്ങളുടെ പേര് നിങ്ങൾ നിർദ്ദേശിക്കുന്നതിനേക്കാൾ ഉപരി സ്വർഗത്തെ കർത്താവ് നിങ്ങളുടെ പേര് നിർദ്ദേശിക്കുന്നു. നിങ്ങളുടെ തലമുറ പേര് സ്വർഗം നിർദ്ദേശിക്കുന്നു. അത് സാത്താന് വെട്ടാൻ പറ്റാത്ത രീതിയിൽ, ലോകത്തിൽ വെട്ടാൻ പറ്റാത്ത രീതിയിൽ, ആ പേര് ആർക്കും മായ്ക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവം നമ്മുടെ പേരിനെ നിർദ്ദേശിക്കുമ്പോൾ അതൊരു കൺഫർമേഷൻ ഇന്നലെയായിട്ട് വെളിപ്പെട്ട് വരികയാണ്. ഞാൻ അതിനകത്ത് ശ്രേഷ്ഠമായ ചില വെളിപ്പാട് പറയാം. വായിക്കാം. 37-ന്റെ അവസാനത്തെ വാക്യം ഒരു പ്രാവശ്യം വായിക്കണേ. എന്നിട്ട് 38-ന്റെ 1-ാമത്തെ വാക്യം പ്ലീസ്. എന്നാൽ മിദ്യാന്യർ ഏതിന്റെ വായിച്ചു
വായിച്ചു. എന്നാൽ മിഥ്യർ 37-ന്റെ ഉൽപ്പത്തി പുസ്തകം 37-ന്റെ 36-ാമത്തെ വാക്യം. എന്നാൽ മിഥ്യാന്യർ അവരെ മിസ്രയീമിൽ ഫറവോന്റെ ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫറിനെ വിറ്റു. അടുത്ത 1:38. അക്കാലത്ത് യഹൂദൻ സഹോദരന്മാരെ വിട്ടു. മതി, വിട്ടു. നമ്മൾ രാവിലെ അതിന്റെ ഒരു ഭാഗം ചിന്തിച്ചു. അവൻ എന്തുകൊണ്ട് യഹൂദ സഹോദരന്മാരെ വിടാൻ കാരണം? സ്വന്തം സഹോദരൻ വിറ്റപ്പോൾ വിറ്റവന്റെ വിറ്റതിന്റെ ഒറ്റ കാരണത്താൽ അത് യഹൂദയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്വന്തം മനസ്സിലാകുന്നുണ്ടോ? നമ്മള് നിൽക്കാൻ നമ്മുടെ സഹോദരന്മാരുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. ഞാനും ബീനയും കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ 2 പേരുടെ പേര് ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നു. സംസാരിച്ചത് പോസിറ്റീവ് അല്ല പറഞ്ഞത്. അവൻ പോസിറ്റീവ് പറയില്ലായിരുന്നു, നെഗറ്റീവ് മാത്രമേ അകത്തുണ്ടായിരുന്നു. അത് സ്വന്തം കൂടപ്പറപ്പിനെ ഇടപെടുന്ന ഒരു പാര എന്ന് മലയാള ഭാഷയിൽ പറഞ്ഞാൽ പാര പണിയുന്ന മേഖല. അപ്പോൾ ഓർത്തണം, സ്വന്തം സഹോദരൻ വിറ്റു. അത് ഇന്ന് തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങി. പക്ഷേ ആ വിൽപ്പനയിൽ കൂട്ടു നിൽക്കാത്തവനാണ് വിട്ടുപോയത്. സ്വത്ര ഇത് രാത്രിയിൽ ആത്മാവിൽ പറയാം, അനേകരെ വിൽക്കുമെങ്കിലും ഒരുത്തനെങ്കിലും നമ്മെ വിൽക്കാതെ നമ്മെ സംരക്ഷിപ്പാൻ കാണും. കേട്ടോ, കരമുയർത്തി പറയാ, യഹൂദരുടെ പേർ ദൈവം നിർദ്ദേശിക്കണമെങ്കിൽ വിറ്റവന് കൂട്ടു നിൽക്കാതെ വേർപെട്ടവന് മാത്രമേ ദൈവം തന്റെ പേർ നിർദ്ദേശിക്കുകയുള്ളൂ. ഒരു കാര്യം കൂടി ഓർപ്പിക്കാം, അവൻ നമ്മെ വിൽക്കാനും നമ്മെ കൊല്ലാനും നമ്മെ നശിപ്പിക്കാനും നമ്മെ ഇല്ലായ്മ ചെയ്യാനും ഒത്തിരി ആൾക്കാര് അവൻ പ്രായം ചെയ്തിരിക്കുമ്പോൾ ഒരുവനെങ്കിലും അവൻ നമ്മെ വിൽക്കാതിരിക്കാൻ നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സഹോദരനെങ്കിലും അല്ല ഒരു സഹോദരിയെങ്കിലും അവൻ ദൈവം മാറ്റിയിട്ടുണ്ട്. ആ സഹോദരിയെയോ ആ സഹോദരനെയോ ദൈവത്തിന്റെ പുസ്തകത്തിനകത്ത് കുറിച്ചു വെച്ചിട്ട് ആ വ്യക്തിയെ എന്റെ ഉയർത്താതിരിക്കയില്ല. ഒരിക്കൽ ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാ, ദൈവമക്കളെ, നല്ല മനസാക്ഷിയുള്ളവരെ ഒരിക്കലും ദൈവം കൈവിടത്തില്ല. ശുദ്ധ മനസാക്ഷിയുള്ളവരെ ദൈവം കൈവിടത്തില്ല. ദൈവത്തിലും അധിക്കുന്ന വിശുദ്ധന്മാരെ ദൈവം കൈവിടുകയില്ല. നാം എല്ലാവരെ പോലെ ജീവിക്കാതെ ദൈവത്തെ പോലെ ജീവിക്കുന്നവരെ ദൈവം ഉയർത്താതിരിക്കയില്ല. അവൻ പാപത്തോട് കൂട്ടുനിൽക്കുകയും ശാപത്തോട് കൂട്ടുനിൽക്കുകയും അവൻ ദൈവഹിതമില്ലാത്ത വിഷയത്തോട് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നവരെ അവന്റെ പേര് നിർദ്ദേശിക്കുന്നവരല്ല എന്റെ ദൈവം. അതിനകത്തുനിന്ന് വ്യത്യസ്തനായിട്ട് എന്റെ സഹോദരനെയോ എന്റെ സഹോദരിയെയോ അവൻ ചതിക്കാൻ ഞാനില്ല, അത് ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന വ്യക്തിയെ അവരെ പേരായിരിക്കും ദൈവം നിർദ്ദേശിക്കുന്ന വാക്ക്. സ്വന്തം കൂടപ്പറപ്പ് അവൻ നമുക്കൊരിക്കലും ആരല്ല, അനുകൂലമല്ല. എല്ലാവരും 20 വെള്ളിക്കാശ് വീതിച്ചെടുത്തപ്പോൾ യഹൂദ പറഞ്ഞു, അതിന്റെ ഒരു ചില്ലിക്കാശ് എനിക്ക് വേണ്ട, എന്റെ കൂടപ്പറപ്പിന് വിറ്റ പൈസ എനിക്ക് വേണ്ട. അതുകൊണ്ട് വിട്ടുപോയി. ആര് വിട്ടുപോയി? സഹോദരന്മാര് വിട്ടുപോയി. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ഉപദേശം കൂടിയോ അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണം പോലെ നമ്മൾ അകത്ത് വരുന്നുവെങ്കിൽ അത് നന്നാകട്ടെ. എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. അവർ ചെയ്യാത്ത കാര്യം നാം ചെയ്യാതെ മാറുന്നാൽ നമ്മുടെ പേരിന് ഒരു ആക്കം കൂടും, നമ്മുടെ പേരിന് ഒരു ശക്തി കൂടും. നമ്മെ ദൈവം ഉയർത്തുമെന്ന് ഞാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ പറയുന്നു. കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാമോ? അല്ലാതെ പറയുന്നു, പാസ്റ്റേ എനിക്ക് അനങ്ങാൻ പറ്റിയില്ല, ഞാൻ പിന്നെ മൗനമായി നിൽക്കുന്ന പോലെ ദുരന്തം പറയാ വേറെ ഇല്ല. ഒരു വാക്ക് നോ എന്ന് പറയുന്നതിന് പകരം മൗനം നിന്നു. അപ്പൊ പറയുകയാണ്, എന്നെ അവനെ തല്ലിക്കൊല്ല, അതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നു. സ്തോത്രം. വാസ്തവത്തിൽ പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കേണ്ടത് പോലെ പ്രതികരിക്കുന്ന വ്യക്തിയെ ദൈവം നോട്ടപ്പുള്ളിയാക്കും. എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ഇല്ലാതെ വണ്ണം തെറ്റിനോട് തെറ്റെന്ന് പറയാൻ നീ പ്രാപ്തി പ്രാപിച്ചവരൊക്കെ ദൈവാത്മാവ് ഉയർത്തത്തോട്. സ്വത്രം. തെറ്റിനെ മൗനം പാലിച്ചുകൊണ്ട് ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് സ്വർഗം നിർദ്ദേശിക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ സ്വന്തം പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, തെറ്റിനോട് കൂട്ടു നിൽക്കുന്നവർക്ക് ദൈവം ചിലപ്പോൾ അവർ സമൂഹം ഒറ്റപ്പെട്ടവരായി കേട്ടോ.
Praise God. തെറ്റിന് കൂട്ടു നിൽക്കുന്നവർ എല്ലാവരും ഇഷ്ടപ്പെടും. പക്ഷെ തെറ്റിന് കൂട്ടു നിൽക്കാത്തവർ സമൂഹത്തിൽ ഒറ്റപ്പെടും. Praise God. തെറ്റിന് കൂട്ടു നിൽക്കാതെ സമൂഹം ഒറ്റപ്പെടും, കുടുംബക്കാർ ഒറ്റപ്പെടും, സ്നേഹബന്ധത്തിൽ ഒറ്റപ്പെടും, സുഹൃത്തു വലയത്തിന് വന്ന് ഒറ്റപ്പെടും. ധാർമ്മിക ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തികളെ സമൂഹത്തിലേക്ക് ഉൾക്കൊള്ളാൻ സമ്മതിക്കത്തില്ല. Praise God. സ്വന്തം സഭ വിറ്റപ്പോൾ വിട്ടുപോയി മറക്കരുത്. അങ്ങനെ ഒരു നല്ലൊരു മനോഭാവം ആർക്കുണ്ടായിരുന്നു? യഹൂദയ്ക്കുണ്ടായിരുന്നു. സ്വന്തം എന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടി ആ വാക്ക് ആവർത്തിച്ചിട്ട് ദൂരത്തേക്ക് പോകാം. അമ്മ അവനെ ഞാനിപ്പോ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവന്റെ അമ്മയായ ലേയ അവന് പേരിട്ടത്. സ്തുതി എന്ന അർത്ഥം വരുന്ന ഞാനൊരു കാര്യം പറയാം. ഈ ചൊട്ടയിലെ ശീല ചുടലവര് എന്ന് പറഞ്ഞ പോലെ തുടക്കം പ്രാർത്ഥനയിലും തുടക്കം ആരാധനയിലുമാണെങ്കിൽ ആ തലമുറ മരിക്കുന്നവരെയും ആ ശീലം വിട്ടുപോകയില്ല. ആ ശീലം എപ്പോഴുണ്ടാക്കും. കരമുയർത്തി കർത്താവിന് നന്ദി പറയാമോ? സ്തോത്രം ചെയ്യാമോ? രണ്ടാമത്തെ ആശയത്തിന് വരാം. 43-9 വാക്യം. എന്തുകൊണ്ട് യഹൂദന്റെ പേര് നിർദ്ദേശിച്ചു? ഇത് രാവിലെ നമ്മുടെ പേര് ദൈവം നിർദ്ദേശിക്കണം. അതാണ് എന്റെ മെസ്സേജ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ വായിച്ചേ 43-9 വാക്യം. ഞാൻ അവന് വേണ്ടി ഉത്തരവാദിയായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഡിവൈസ് ഇരിക്കുന്നവരെല്ലാം എന്നെ ശ്രദ്ധിക്കണേ പ്ലീസ്. യഹൂദ പറഞ്ഞ വാക്കെന്താ? ഒരു വ്യക്തികൾ പോലെ അച്ഛാ ഉത്തരവാദിത്വം മനസ്സിലാവുന്ന ദൈവമൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം സിസ്റ്റർ ആരും ഏറ്റെടുക്കത്തില്ല. പക്ഷെ നല്ല മനസാക്ഷിയുള്ളവൻ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. 37-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ സ്വന്തം സഹോദരനെ പോറ്റിപ്പോലെ വിറ്റു. ആ വിറ്റ ചിന്ത തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആ വിറ്റ ദിവസം തന്നെ സഹോദരന്മാരെ വിട്ടിറങ്ങി പോയി. സ്തോത്രം. 12 അംഗ സംഖ്യയുള്ള അപ്പന്റെ 12 മക്കൾ ഒരുവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ നഷ്ടം ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസിക വ്യഥയിലാണ് അവൻ തെറ്റ് ചെയ്തതിന്റെ കൂടെ കോംപ്രമൈസ് ചെയ്ത് പോകാൻ താല്പര്യമില്ലാതെ ഒറ്റപ്പെട്ടു പോയി. ഇത് രാത്രി ഒരു കാര്യം പറയാം. നിയമപരമായ വിഷയത്തിൽ, നീതിപര വിഷയത്തിനകത്ത് ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരായിരിക്കും ദൈവം നിർദ്ദേശിക്കുന്നത്. മറക്കരുത്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം. ദൈവം നീതി നിമിത്തം ഒറ്റപ്പെട്ടു പോയെങ്കിൽ, അവന്റെ നീതിക്ക് വേണ്ടി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ, നീതിക്ക് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നിന്നവനെ ദൈവാത്മ മറക്കത്തില്ല. സ്വന്തം സഹോദരൻ വിറ്റപ്പോൾ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത യഹൂദ അവൻ തന്റെ സഹോദരൻ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ 43-9 വാക്യം വായിക്കുന്നു. അവൻ എന്റെ സഹോദര ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എന്താ പറയാ കാരണം? ഞങ്ങൾക്ക് ഇപ്പൊ 11 സഹോദരന്മാരെ ഉള്ളൂ. ഇനി 10 വാക്കിലോട്ട് വരാൻ ഞങ്ങൾക്കതല്ല, എനിക്ക് താല്പര്യമില്ല. ഒരുവനെ വിറ്റുകൊണ്ടുപോയി, പക്ഷെ ഇവനെ നശിക്കുവാൻ ഞാൻ വിടത്തില്ല. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ പറയാം, ഒരാത്മാവിന്റെ ദാഹം, കൂടപ്പറപ്പിനെ കുറിച്ച്, കൂടെ ഉള്ളവരെ കുറിച്ച്, നമ്മുടെ ആത്മഭാരം എന്നൊരു ഭാരം നമ്മുടെ അകത്ത് വരുന്നുവെങ്കിൽ ആത്മഭാരം ഏറ്റെടുത്ത് ഉത്തരവാദിത്വം ചെയ്യാൻ തൽപരന്മാരുടെ പേര് എന്റെ ദൈവം നിർദ്ദേശിച്ചിരിക്കും. ഞാൻ ഒന്നുകൂടി ആത്മാവിൽ പറയാം. ഈ ഉപവാസത്തിന്റെ 1-ാം ദിവസം 3-ാം സെക്ഷനിലാണ് ഞാൻ ഈ ദൂത് ശുശ്രൂഷിക്കുന്നത്. അവൻ എന്റെ സഹോദര ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയേണ്ട അവൻ നല്ല മനോഭാവം. എന്താ രൂപ ഏറ്റെടുക്കാത്ത കാര്യം? മറ്റു മറ്റു സഹോദരങ്ങളുടെ കാര്യം അവർക്ക് ആർക്കും നശിക്കണമെന്നുള്ളൂ. ഞങ്ങൾക്ക് ഗോതമ്പ് കിട്ടിയാൽ മതി, സഹോദരനെ കിട്ടിയില്ലെങ്കിലും പറ. യഹൂദ പറയും, എനിക്ക് ഗോതമ്പും യവൊന്നും വേണ്ട, എനിക്ക് ആരെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ ആന്റി പറയാൻ മതി. ഇന്നത്തെ സഹോദരന്മാര് സ്വത്തിനും പണത്തിനും വേണ്ടി
സ്വന്തം ബന്ധങ്ങളെ മുറിക്കുന്ന ഒരു കാലഘട്ടമല്ലേ? ആണോ അല്ലേ? പറ. ഒരു സെന്റ് വസ്തുവിനോ ഒരു ചെറിയ നന്മയ്ക്കോ സ്വന്തം കൂടപ്പിറവിനെ കുറ്റിക്കൊല്ലുന്നു, കൂടപ്പിറപ്പുകളെ അവൻ ജയിലിൽ കയറ്റുന്നു, കൂടപ്പിറപ്പുകളെ കോടതി കയറ്റുന്നു, കൂടപ്പിറപ്പുകളെ അപമാനിക്കുന്നു. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുമ്പോൾ ദൈവമക്കളെ, അവിടെയാണ് യുവാശ പ്രാർത്ഥന പ്രസക്തി. ഈ ഉപവാസം ദൈവമക്കളോട് പറയാം. യഹൂദ പറയുന്നു, എന്റെ ജ്യേഷ്ഠന്മാര് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവരെല്ലാവരും കൈമലർത്തി കാണിച്ചപ്പോൾ ഞാൻ എന്റെ സഹോദരന് വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് യഹൂദ പറഞ്ഞപ്പോൾ എന്റെ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടു. കാര്യമൊന്നും അടിച്ചാത്മാവ് പറയാമോ? ഈ വർഷത്തിന്റെ ദിവസം നമുക്ക് പറയാം, ആത്മാവ് എന്റെ ജീവിതം ധന്യമാകട്ടെ, മറ്റൊരു എങ്ങനെയോ പോകട്ടെ എന്നുള്ള ആ ചിന്തയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇടപെടുവാനല്ല എന്റെ ദൈവം ഇടപെടാക്കാവുന്നു. നിങ്ങൾ ആ വാക്കിന്റെ ഒരു ചെറിയ ആശയം കൂടി 8-ാമത്തെ വാക്യം 43-8 വായിക്കാമോ? പിന്നെ യഹൂദ തന്റെ അപ്പനായ ഇസ്രായേലിനോട് പറഞ്ഞത്, ഞങ്ങളും നീ ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് ബാലനെ എന്നോട് കൂടെ അയക്കണം. ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? അപ്പനും ജീവിക്കണം, സഹോദരങ്ങൾ ജീവിക്കണം. നിങ്ങൾ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പന് മരിക്കരുത്, സഹോദരന്മാര് മരിക്കരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് യഹൂദ പുറപ്പെടട്ടെ എന്ന് ന്യായാധിപ പുസ്തകം 1-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ യഹൂദയുടെ പേര് നിർദ്ദേശിച്ചതിന്റെ കാര്യം, ഈ നല്ല മനസാക്ഷി ഉള്ളവർക്ക് മാത്രമേ നല്ല ഉയർച്ച വരുത്തുള്ളൂ. അല്പം ലേറ്റാകും. നല്ല മനസാക്ഷി ഉള്ളവരുടെ പേര് നിർദ്ദേശിക്കുന്നത് മനുഷ്യനല്ല, നിർദ്ദേശിക്കുന്നത് ദൈവമാണ് നിർദ്ദേശിക്കുന്നത്. പിന്നെ നല്ല മനസാക്ഷി ഉണ്ടാക്കാൻ 1 ദിവസം 2 ദിവസം കൊണ്ട് പറ്റത്തില്ല. കുറെ കാര്യങ്ങൾ നാം വില മുടക്കിയെങ്കിൽ മാത്രമേ ആ നല്ല മനസാക്ഷി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൻ മരിക്കരുത്, സഹോദരൻ മരിക്കരുത്. ഇതാണ് യഹൂദയുടെ ഉത്തരവാദിത്വം. സ്തോത്രം എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് മനസ്സിലാകുന്നുണ്ടോ? അപ്പന് മരിക്കരുത്, സഹോദരൻ മരിക്കരുത്. അതുകൊണ്ട് അപ്പനും സഹോദരനും മരിക്കാതിരിക്കേണ്ടതിന് ഞാൻ ഈ വെച്ച നിർദ്ദേശം നിങ്ങൾ ദയവായിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് വാക്കിന്റെ അർത്ഥം. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. മരിക്കാതെ ജീവിച്ചിരിക്കാൻ തക്കവണ്ണം ഒരു നല്ലൊരു മനസാക്ഷി യഹൂദയ്ക്കോ നമുക്കോ ഉണ്ടെങ്കിൽ രാവിലെ നിങ്ങളുടെ പേര് നിർദ്ദേശിക്കാൻ എന്റെ ദൈവത്തിന് പറ്റുമെന്ന് ഞാൻ ഇന്ന് രാത്രി പറഞ്ഞാൽ എത്രയൊരു കാര്യം വിളിച്ചാൽ വിളിപ്പാൻ സ്വീകരിക്കാൻ പറ്റും. ഈ മാസത്തെ മാസ പ്രാർത്ഥനയിൽ ആ ദൂത് സ്വീകരിക്കാൻ പറ്റുമോ? എന്റെ അപ്പൻ മരിക്കരുത്, എന്റെ അമ്മ മരിക്കരുത്, എന്റെ ജ്യേഷ്ഠന്മാർ മരിക്കരുത്, എന്റെ അനിയന്മാർ മരിക്കരുത്, നാട്ടുകാർ മരിക്കരുത്, എന്റെ വീട്ടുകാർ മരിക്കരുത്. ആരും മരിക്ക ജീവനോട് ഇരിക്കണമെന്ന് ആ വിശാല ഹൃദയമുള്ള ആ യഹൂദയ്ക്ക് വേണ്ടി ആ ഉത്തരവാദിത്വം യേശു ഏറ്റെടുക്കുമെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ചില നല്ല മനസാക്ഷി അനുസരിച്ചുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ദൈവം ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിച്ചു വിടുവിക്കുകയാണ്. നിങ്ങൾ മരിക്കരുത്, നിങ്ങളുടെ ആടുമാടുകൾ മരിക്കരുത്, കുഞ്ഞുകുട്ടികൾ മരിക്കരുത്, ആരും മരിക്കരുത്. ഈ മരിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള അല്ലെങ്കിൽ പറയുന്നത് നിങ്ങൾ ചത്താലും കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെടണം എന്നൊരു മനോഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും യഹൂദയുടെ പേര് എന്റെ കർത്താവ് ഉയർച്ചയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കാൻ സാധ്യതയില്ല. കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, ആവർത്തിക്കുന്നത് നിങ്ങൾ ആവർത്തന വിശ്രമം അകത്തിരിക്കാനാണ്. വിറ്റത് കൊണ്ട് വിട്ടുപോയി. സ്തോത്രം. വിറ്റത് കൊണ്ട് വിട്ടുപോയി. ആര് വിറ്റു? എന്റെ സ്വന്തം കുഞ്ഞനുജനെ എന്റെ ജ്യേഷ്ഠന്മാർ വിറ്റ് കാശാക്കി. പക്ഷെ അത് എനിക്കൊരിക്കൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാ വിട്ടുപോകാൻ കാരണം മനസ്സിലാകുന്നുണ്ട്. അല്ലാതെ യഹൂദയ്ക്ക് ആരും ദ്രോഹം ചെയ്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നമുക്ക് നല്ലൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ വിടുതലിന്റെ ദിവസമാണ് എന്ന് ഞാൻ ദൈവമക്കളോട് പറയുന്നു. ഞാൻ ആത്മാവിന്റെ പ്രവചനം കൊണ്ട് പറയാം,
ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവമക്കളുടെ പേരുകളെ ദൈവം തന്റെ പുസ്തകത്തെ കുറിച്ച് വെച്ചിട്ട് നമ്മുടെ പേരിൽ ഫസ്റ്റ് വരത്തക്കവണ്ണം എന്റെ കർത്താവ് നിർദ്ദേശിക്കാൻ പോകുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ആ വെളിപ്പാടിനെ എത്ര പേർക്ക് സ്വീകരിക്കാൻ പറ്റും? ആ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി കരുതി വെച്ച ചില അവകാശങ്ങൾ, നല്ല മനസാക്ഷിയും നല്ല പ്രവൃത്തിയും ആത്മാവ് കണ്ടിട്ട് അതിൽ കൂടെയുള്ള അവകാശങ്ങളെ സന്തോഷം പ്രാപിപ്പാത്തക്കവണ്ണം ചില വിടുതലേക്ക് ദൈവം നിർദ്ദേശിക്കുന്നുവെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ കരത്തട്ടി സ്വീകരിക്കാൻ പറ്റുമോ? ഈ രാത്രി പ്രകൃതാവേ യേശുവിന്റെ തൊടി, യേശുവിന്റെ കാർക്കിക് തുപ്പുകൾ എന്തായിരുന്നു? സ്വന്തം സഹോദരന്മാരെ രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം താൻ ഇറങ്ങി വന്ന് ഇടപെട്ടതിന് ഒറ്റ കാരണത്താലാകുന്നു അവൻ വിധിക്കപ്പെട്ടു, അടിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു, ഉടയ്ക്കപ്പെട്ടുവെങ്കിൽ അത് വന്നത് യഹൂദ കുലത്തിനകത്തുനിന്നാണ്. നല്ല മനസാക്ഷിയുടേതായ അംഗീകാരം പ്രാപിക്കപ്പെട്ട അത് യഹൂദ ഗ്രഹത്തിനകത്ത് നിന്ന് ഒരു നല്ല മനസാക്ഷിയുള്ള യേശു ക്രിസ്തു എന്നേറ്റു. ആ യേശു ക്രിസ്തുവല്ലേ അവന്റെ ചോര വന്നതുകൊണ്ടല്ലേ, ഞാൻ അവൻ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് കൊണ്ടല്ലേ ഇന്ന് ഞാൻ ദൈവത്തിന്റെ മക്കളായി തീരേണ്ട അവകാശം പ്രാപിച്ചുവെങ്കിൽ എത്ര പേർക്ക് സന്തോഷം പറയാൻ പറ്റും? എന്റെ യേശു ലഭിച്ച ആ കുലം നല്ല മനസാക്ഷിയുള്ള യഹൂദ കുലത്തിനകത്താണ്. ഞാൻ അതൊന്ന് ഇടയ്ക്ക് എന്റെ ഹൃദയത്തോട് വന്നപ്പോഴാണ് ആ പാട്ട് പാടേണ്ട വന്നത്. ശ്രോത്ര, എനിക്ക് ആർത്തി കൂടിപ്പോയി. ശ്രോത്ര, ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞത് ഈ സഹോദര ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം വാക്ക് അല്ലെ, ഞാൻ അവന് വേണ്ടി ഉത്തരവാദിയായിരിക്കാം. ഒരു കാര്യം ഞാൻ പറയട്ടെ അച്ഛാ, നമുക്ക് ഇത്രയും പ്രായമായി, നമുക്ക് പല പരിമിതികളും പ്രാരാബ്ധങ്ങളുണ്ട്. ഇന്നേ നാഴികയുടെ കുഞ്ഞെ മോനെ ആ മേട ഞാൻ നിന്റെ ഉത്തരവാദിത്വം ആരെയും പറഞ്ഞു? നിനക്കുള്ള നിനക്ക്, എനിക്കുള്ളത് ഞാൻ എന്റെ കാര്യം എന്നല്ലാതെ ഇന്നു മുതൽ ഞാൻ നിന്റെ കാര്യം ഏറ്റെടുക്കാമെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ഒരുവനായിരുന്നു യഹൂദ. അവന്റെ നല്ല മനസ്സായിരുന്നു എന്റെ കർത്താവിന്റെ പേര് നിർദ്ദേശിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം പറയാം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസത്താലുള്ള ഉളവാകുന്ന സ്നേഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന്റെ ആ ഉപവാസത്തിലേക്ക് വന്നത് ശുദ്ധ ഹൃദയം ഉണ്ടാക്കണം, നല്ല മനസാക്ഷി ഉണ്ടാകണം, നിർവ്യാജ വിശ്വാസത്താൽ ഉണ്ടാകുന്ന സ്നേഹം ഉണ്ടാക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല മനസാക്ഷി അനുസരിച്ചായിരിക്കും നമുക്കുണ്ടാകുന്ന ഉയർച്ചയും. മനസ്സിലാകുന്നുണ്ടോ? നല്ല മനസാക്ഷി അനുസരിച്ച് നമുക്ക് ഉയർച്ച. ഓക്കെ, ആ കൂത് മനസ്സിലാക്കി സ്വന്തം പറയാമോ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അതേ ഉത്തരവാദിത്തമല്ലേ നമ്മളെ യേശു ഏറ്റെടുത്തത്? ആണോ അല്ലയോ? അതേ ഉത്തരവാദിത്തമല്ലേ യേശു ഏറ്റെടുത്തത്? ആ ഉത്തരവാദിത്തം യേശു ഏറ്റെടുത്തത് കൊണ്ടല്ലേ ഇന്ന് ദൈവത്തിന്റെ മക്കളാകും. കാൺമി നാം ഉറക്കെ ആ 1 യോഹന്നാൻ 3:1 കാൺമി നാം ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ നല്ല മനസാക്ഷി അവൻ നമ്മളോട് കാണിച്ചതിന്റെ ഒറ്റ കാരണത്താലാണ് ഇന്ന് ദൈവ മക്കൾ എന്ന പദവിയിലോട്ട് പങ്കെടുക്കില്ലെങ്കിൽ നമ്മെ എന്ന് പറവ തകർത്തേനെ, നമ്മെ എന്ന് പീശായി തകർത്തേനെ, നമ്മെ എന്ന് ലോകം തകർത്തേനെ, എന്ന് കൂട്ടുവിശ്വാസ തകർത്തേനെ, എന്ന് കൂട്ടുകാർ തകർത്തേനെ, എന്ന് നാട്ടുകാർ തകർത്തേനെ. പക്ഷേ തകരാത്തൊരു കാര്യം, അവൻ ദൈവ
കാണിച്ച ഏറ്റവും നല്ല മനസാക്ഷിയാണ് സഹോദരാ. അപ്പൊ മനസ്സിലാക്കണം, സഹോദരന്മാരെ വിട്ടുപോയി. 2, ഞാൻ എന്റെ സഹോദരന്റെ ഉത്തരവാദി ആയിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഇതാണ് രണ്ടാമത്തെ തന്റെ പേര് നിർദ്ദേശിക്കുവാൻ കരയുന്നു. അടുത്ത 44 അധ്യായം അതിന്റെ 16 വാക്യം. 44 16 വാക്യം. അതിന് യഹൂദ, യജമാനോട് ഞങ്ങൾ എന്ത് പറയേണ്ടു, എന്ത് ബോധിപ്പിക്കേണ്ടു, എങ്ങനെ ഞങ്ങൾ ഇതിനെ നീതീകരിക്കേണ്ടു? ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി, ഇതാ ഞങ്ങൾ യജമാനന് അടിമകൾ. നാം വായിച്ചത് 9 വാക്യത്ത് വായിച്ചത്, എന്റെ സഹോദര ഉത്തരവാദിത്വം ഞാൻ. ഇപ്പോൾ പറയുന്നു, എല്ലാവരും മൗനമായി പേടിച്ച് വിറച്ച് ജയിലിൽ പോകാൻ തക്കവണ്ണം ഒരുക്കം നിന്നപ്പോൾ ക്ലാരിഫൈ ചെയ്യാൻ ചാടി വീഴുന്ന ഒരു യഹൂദ. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇവരിൽ എവിടെ പോവായിരുന്നു? അതിന് യഹൂദ എന്ന വാക്കാണ്. അതിന് രൂപയിൽ നല്ല പറയേണ്ടത്, അങ്ങനെ പറയുന്ന വാക്ക്. ഒന്ന് വായിച്ച 49 വാക്യം വായിച്ചു. അതൊന്ന് നമ്മളൊന്ന് പഠിച്ചിട്ട് വരാം വേഗത്തിൽ. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവിൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പിൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവിൻ. രൂബേനെ, നീ എന്റെ ആദ്യജാതൻ, എന്റെ വീര്യമുള്ളവൻ, എന്റെ ശക്തിയുള്ളവൻ, ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യമുള്ളവൻ, ബലത്തിന്റെ വൈശിഷ്ട്യം തന്നെ. അപ്പോൾ ഈ യഹൂദ വിചാരിച്ചു ശക്തിയും വൈശിഷ്ട്യവും വീര്യവും ശ്രേഷ്ഠതയുള്ള മൂത്ത അച്ചാച്ചൻ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വം. ഇപ്പൊ അച്ചാച്ചൻ കുരങ്ങൻ ചിരിക്കുന്ന പോലെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം പേര് മൂത്ത ആളെന്നാണ്, പക്ഷെ ഉത്തരവാദിത്തമില്ലാത്ത പറ സ്വത്രം. പേര് അച്ചാച്ചൻ, മൂത്ത അച്ചാച്ചൻ. അയ്യോ, എന്റെ അപ്പന്റെ മൂത്ത ആള്. അപ്പന്റെ വീര്യവും ശക്തിയും ബാധാത്മ്യവും ശ്രേഷ്ഠതയും ഒക്കെ ഉള്ളതാണ്, പക്ഷെ കാര്യമടയ്ക്കുമ്പോൾ പുള്ളിപ്പൂച്ചയായി പോകും. സ്വത്രം മനസ്സിലാകുന്നുണ്ടോ? അപ്പോഴൊന്ന് പുള്ളിക്ക് എനിക്കൊന്ന് കൈമറച്ച് കാണിക്കും, പക്ഷേ കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും വാക്കുകൊണ്ട് സഹോദരന്മാരെ സംരക്ഷിക്കാനുള്ള ആ നല്ല സാമർത്ഥ്യമായിരുന്നു ജയ്സൺ. ആ ദൈവമക്കളെ, ആ യഹൂദന്റെ പേര് യഹോവ നിർദ്ദേശിച്ച സ്വന്തം. കാര്യം മനസ്സിലാകുന്നുണ്ടോ? ചാടി വീണോ? എനിക്ക് അങ്ങനത്തെ ചില സ്വഭാവമുണ്ട്. ഞാൻ പ്രതികരിക്കാൻ മുമ്പിലാണ്. സ്വതന്ത്രം എന്തെന്നറിയാമോ? ശുദ്ധ മനസാക്ഷിയുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. സാറേ അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറയാൻ നമുക്കുണ്ടാകണം. കാര്യം മനസ്സിലാകുന്നുണ്ടോ? എന്തോ മനസ്സിലായി? എനിക്കറിയാം, ദൈവനികൾ ശുശ്രൂഷ നൽകിയിട്ടുണ്ടെങ്കിൽ, ചില വേദികൾ നൽകിയിട്ടുണ്ടെങ്കിൽ, അത് ആരും നാമനിർദ്ദേശിച്ച് കൊടുത്തിട്ടല്ല. ദൈവം എന്നോട് കാണിച്ച നീതി എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടായി ഇന്ന് രാത്രിയിൽ ആ ദൂതനിക്ക് തുറന്ന് ശുശ്രൂഷിക്കാൻ തക്കവണ്ണം പ്രാഗൽഭ്യം എനിക്കുണ്ടെന്ന് പറയാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. അച്ചാച്ചമാര് വീര്യവും ശക്തിയും ആദാന്യ വൈശിഷ്ട്യമുള്ളവരെല്ലാം ചൊറിയും കൊത്തി നോക്കിയിരുന്നപ്പോൾ യഹൂദ പറയുന്നു, വേണ്ട 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 വേണ്ട, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമല്ല. ഞങ്ങൾ എന്റെ സഹോദരന്റെ ഉത്തരവാദിത്തങ്ങൾ എന്നെ ജയിലടക്കി അവനെ വിളിച്ചോത്ര. അങ്ങനെ ആര് ചെയ്യും? അങ്ങനെ ആരും ചെയ്യും? ആരും ചെയ്യൂ? നമ്മൾ പറയും, ഓ യഹൂദ രക്ഷപ്പെട്ട പുള്ളി ഓടിക്കാറിലും വലിയ വണ്ടിയിലും വലിയ ബംഗ്ലാവിലും പറ എന്തെങ്കിലും ആന്റി പറ. ആന്റി യഹൂദ എല്ലാവരും ധ്യാനത്തിലാണെന്ന് മനസ്സിലായി. സ്വതന്ത്രം ചെയ്യുക. യഹൂദ രക്ഷപ്പെട്ട യഹൂദ ഇപ്പൊ ഭയങ്കര കോഴിച്ചല്ലേ. അവൻ ഇപ്പൊ അകത്ത് കയറുമ്പോൾ ഒരു വണ്ടി, പുറത്തു പോകും വേറൊരു വണ്ടി. പറ 24 മണിക്കൂർ അവൻ ലാവിഷാണ് എന്ന് പറയുമ്പോൾ അവിടെ വീട്ടിൽ കയറിപ്പോയിട്ട് ഒരു ഇന്റർവ്യൂ, അച്ഛാ ഇതിന്റെ പുറകെ രഹസ്യം എന്താന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ പറഞ്ഞു തരും. എത്ര കുടുംബത്തെ രക്ഷപ്പെടുന്ന വ്യക്തി അറിയാമോ? എത്ര കുടുംബത്തെ പോഷിപ്പിച്ചറിയാമോ? എത്ര കുടുംബത്തെ മാറണത്
രക്ഷപ്പെടുന്ന അറിയാമോ? ഇന്ന് രാത്രി ഇതിന് ആത്മാവിൽ പറയാം, സ്വന്തം കാര്യം നോക്കാൻ ദൈവകാര്യത്തിന് മാത്രം വില മുടക്കിയിട്ടുള്ള ഏതൊരു വ്യക്തിത്വത്തെയും ദൈവാത്മാവ് ഉയർത്താതിരിക്കയില്ല എന്ന് ഞാൻ പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞ എത്ര പേർക്ക് ഇന്ന് രാവിലെ രാത്രി പറയാൻ പറ്റും? യെസ്, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു. കരം ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഒന്നുകൂടി ആ വാക്ക് വായിച്ച അതിരിയകൂത യജമാനോട് ഞാൻ എന്ത് പറയുന്നു? വാസ്തവത്തിൽ ഞങ്ങൾ എന്ത് പറയുന്നു? ഞങ്ങൾ എന്ത് പറയുന്നു? ഞാൻ എന്ത് ബോധിപ്പിക്കേണ്ടു? ആ, എങ്ങനെ ഞങ്ങൾ അതിനെ നീതീകരിക്കേണ്ടു? അത് ദൈവം ഞങ്ങളുടെ അടിയങ്ങളുടെ അകത്യം കണ്ടെത്തി. ആ, ഇതാ ഞങ്ങൾ യജമാനന്റെ അടിമകൾ. ആ, ഞങ്ങളും ആരുടെ കൈ പാത്രം കണ്ടുവോ ആ, അവനെ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെല്ലാം ഇപ്പൊ എന്താ? അങ്ങനെ ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാനത് വിവരിക്കാത്ത കാര്യം, സമയം പോകുന്നുണ്ട്. ഇനി 18ാമത്തെ വാക്യം വായിക്കും. 18. ആ, അപ്പോൾ യഹൂദ അടുത്ത് ചെന്ന് പറഞ്ഞത്, എപ്പോഴും പുള്ളിയുണ്ട് അല്ലെ? നേരത്തെ പറഞ്ഞ വാക്ക് ആദ്യം യഹൂദ, ഇപ്പോ അപ്പോൾ യഹൂദ. കിട്ടിയ സ്വതന്ത്രം പറയണം. വേറെ ആരുമില്ല അതിനകത്ത്, വേറെ മക്കളില്ല, ജ്യേഷ്ഠന്മാരില്ല, അനിയന്മാരുണ്ടല്ലോ, ഉണ്ടോ? അവരെല്ലാം ഇപ്പൊ ഐസായി നിൽക്കുകയാണ്. സ്വതന്ത്രം പറയാം. അപ്പോൾ യഹൂദ, പിന്നെ അതിന് യഹൂദ അല്ലെ? അത് നോക്കണം. അതിന് യഹൂദ, അപ്പോൾ യഹൂദ. പുള്ളി എപ്പോഴും അപ്പോഴും ഇപ്പോഴും നിൽക്കും. കാര്യം പുള്ളി കട്ടയ്ക്കങ്ങ്. ഇനി അതിന് ആഫ്റ്റർ എഫക്ട് എന്താണ് കാര്യം പുള്ളി നിർദ്ദേശിക്കും. പുള്ളിക്ക് ഇപ്പോ തന്റെ അപ്പൻ രക്ഷിക്കണം, അത്രയേ ഉള്ളൂ. തോന്നാം പിടികിട്ടുന്നുണ്ട്. നമ്മൾ ഈ കുറ്റിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ വിഷയമൊന്നും അങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പ്രാർത്ഥിച്ചത് മൊത്തം പറ, നമ്മൾ പ്രാർത്ഥിച്ചതെല്ലാം നമ്മുടെ വിഷയത്തിനെല്ലാം ഞാൻ കാറ്റുപോലൊരു പോക്ക് പോയി. പക്ഷെ മറ്റൊരു വിഷയങ്ങളെല്ലാം ഏറ്റെടുത്തങ്ങ് പ്രാർത്ഥിച്ചു. നമ്മുടെ വിഷയം കാറ്റുപോലെയും മറ്റൊരു വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. നിങ്ങൾ പറ, മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റൊരു സന്തോഷം കാണാൻ ഒരു വ്യക്തി ആ ഉത്സാഹിക്കുന്നുവെങ്കിൽ അവനെ സന്തോഷിപ്പിക്കാൻ ഉത്തരവാദിത്വം കർത്താവ് ഉത്തരവാദിത്തമാണ്. ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാർവിൽ. ഓ, ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാർവിൽ. ഓ, ഏറ്റവും സഹായമത്യത്ഭുതമാം വിധം തൊട്ടു സുഖപ്പെടുത്തും. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓ, ചിന്താഗീതം അതു മനോഹരം, എന്തോ സന്തോഷമാ പുതുജീവിതം. ആര് സഹായിക്കുമെന്നോ ആര് സംരക്ഷിക്കുമെന്നോ അതിന്റെ അപ്പുറത്ത് ആഫ്റ്റർ എഫക്ട് എന്തുണ്ടാകുമെന്നോ ഒന്നും നോക്കാതെ പുള്ളി അതിന് യഹൂദ അപ്പോൾ എന്ന് പറയാൻ കാട്ടേക്ക് നിൽക്കുകയാണ്. ഒരു കുടുംബം വിടുവിക്കപ്പെടാൻ, ഒരു ദേശം വിടുവിക്കപ്പെടാൻ, ഒരു വ്യക്തി വിടുവിക്കപ്പെടാൻ തന്നാലാവോളം പ്രയത്നിക്കുന്ന യഹൂദയെ അവനെ ഉയർത്താതെ പിന്നെ ദൈവാരെ ഉയർത്താൻ പോകുന്നവാക്ക് ഇന്ന് രാത്രി ആത്മാവ് പറയുക. ഒരു വെളിപ്പാടാണ് പുറകെ, ഒരു സ്വപ്നമാണ് പുറകെ. ഞാൻ എന്ത് എന്റെ സഹോദരന്മാരെയോ എന്റെ അപ്പന ഉത്തരവാദിത്തം എടുത്തുകൊണ്ട് അല്പം ബുദ്ധിമുട്ട് സഹിച്ചാൽ എന്റെ തലമുറകള്, എന്റെ കുടുംബത്തെ ദൈവ ഐശ്വര്യമായി ഉയർത്തുമെന്നൊരു വെളിപ്പാടുണ്ടായിരുന്നു. കരമടിച്ച് സ്വന്തം ചെയ്യാമോ? ദൈവത്തിന് വിശ്വസ്തത അത് ശ്രേഷ്ഠമായ വിശ്വസ്തയാണ്. Praise God. Hallelujah. ഞാൻ ഇങ്ങോട്ട് രാവിലെ വരുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഞാൻ നെറ്റിൽ കയറി ഒരു റിപ്പോർട്ട് നോക്കിയപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് തന്നെ വന്നു. ഒരു മനുഷ്യൻ, അദ്ദേഹം ഗവൺമെന്റ് ജോലിക്കാരനാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന സകല സാലറിയും അദ്ദേഹം പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്തു? വിനിയോഗിച്ചു, പലർക്കും കൊടുത്തു. പക്ഷേ തന്റെ കാറിന് 4 മാസമായിട്ട് EMI എന്തില്ല, അടച്ചില്ല. അപ്പോൾ ഭാര്യയ്ക്ക് അറിയത്തില്ല. ഭാര്യ ഓർക്കുന്ന വരുമാനമുള്ള എൻ്റെ ചേട്ടൻ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. പക്ഷേ വണ്ടി CC എടുത്തോണ്ട് വന്നപ്പോഴാണ് അറിയുന്നത് സംഭവം 4 മാസം എടുത്തില്ല, അടച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ലഭിച്ച നന്മ മുഴുവനും കഷ്ടം
ഒരിക്കൽ സഹായിച്ചു. എന്നാൽ ബുദ്ധിമുട്ടില്ല, കൊണ്ടുപോകാൻ പറഞ്ഞു. ആ ലേഡി പറഞ്ഞു, ഇത് വല്ലാത്തൊരു പരിവമായി. ഈ നല്ല മനസ്സാക്ഷി ഉള്ളവൻ ചിലപ്പോൾ അവരവരെ കാര്യം അവർക്ക് നോക്കാൻ ചിലപ്പോൾ കഴിയുന്നവരത്തില്ല. മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത് അവരെ മുൻപതിലാണ്. ചിലര് അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അത് തെറ്റായില്ല, അത് ശരിയാണ്. എങ്കിൽ പോലും 99% വ്യക്തികളെ ദൈവം രക്ഷിച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഒരു സ്വതന്ത്രം ചെയ്യാൻ കാര്യങ്ങൾ. അതിന് യഹൂദ അത് പറയണം, നമ്മൾ അത് മനസ്സിരിക്കണം. നമ്മളും പറയണം, ചാടിയുണ്ട് പാസ്, എല്ലാത്തിനും ഞാനുണ്ട്. അത് പിന്നെ ജയിക്കുമ്പോൾ തോക്കുമ്പോൾ അത് പിന്നത്തെ കാര്യം. അതിന്റെ പുറകിൽ പറയൂ, ഇവൻ നേതാവാകാൻ നടക്കുന്നു. നേതാവാകുന്നു രക്ഷപ്പെടുത്താൻ നോക്കിയത്. സ്വത്ര ഇവൻ ആള് കളിച്ചൊന്നും അല്ല, രക്ഷപ്പെടുത്താൻ നോക്കിയത്. ചിലർക്ക് തോന്നുന്നു ഇവൻ ആള് കളിക്കുന്നത് പേരെടുക്കാനാണ്. പേരെടുക്കാനൊന്നുമല്ല. ആരെങ്കിലും ഒരാൾ അതിനു വേണ്ടി നിൽക്കണ്ടേ? അതിനു വേണ്ടി ഒരാള് നിൽക്കണം. ഇന്നലെ ഒരു കല്യാണ കേസ് വീര അമ്മയും പറഞ്ഞു, കുടുംബത്തിനകത്തൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ കല്യാണത്തിന് ഞാൻ വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ആദ്യത്തെ കല്യാണം വന്നപ്പോൾ തന്നെ നമ്മൾ ഹെഡ് ചെയ്തുകൊണ്ട് ചില മുറിവുകൾ എനിക്ക് എന്ത് ചെയ്തു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ സംസാരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. സംസാരിച്ചപ്പോൾ അത് എനിക്ക് വലിയ ഭാരമായി വന്നു. സ്വതന്ത്രം വഹിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ മോടെ കല്യാണത്തിന് വരണമോ ഞാൻ എന്ത് ചെയ്യാം, ഭയപ്പെടുന്നു എന്ന വാക്ക്. ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകാം ചില സമയത്തൊക്കെ. അപ്പോൾ യഹൂദ അതിനുശേഷം അതിനു മുമ്പ് യഹൂദ എന്നൊക്കെ പറയുമ്പോൾ ചാടി വീണ് ഒരു വ്യക്തിക്ക് വേണ്ടി ഇടപെടാൻ പോകുമ്പോൾ ചില മുറിവുകൾ വരുന്നത് സ്വാഭാവികം. പക്ഷെ ഈ മുറിവെല്ലാം നമുക്ക് വേണ്ടി അനുഭവിച്ച മുറിവല്ല, മറ്റവർക്ക് വേണ്ടി അനുഭവിച്ച മുറിവാണ്. അതിനെല്ലാത്തിനും എന്റെ ദൈവം കണക്ക് നോക്കി മറുപടിത്ത ദൈവമാണ്. കരമൊന്ന് ഉയർത്തി പറയാമോ? മറ്റുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുകയോ മറ്റുള്ള നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിത്തം എടുക്കുകയോ ചെയ്തിട്ടുള്ള മാതാപിതാക്കളെ, സഹോദര കുഞ്ഞെ, അത് ദൈവം നിങ്ങളെ മറക്കത്തില്ല. ദൈവം മറക്കാൻ അനിതയമല്ല. അവൻ നമുക്ക് വേണ്ടി പ്രതിഫലം വിഭാഗിച്ചു തരിക. 1000 മടങ്ങായി ദൈവം വിഭാഗിച്ചത് എന്റെ വിശ്വാസമാണ്. വാക്ക് വായിക്ക് തെറ്റില്ല. എബ്രായലേഖനം 6-ാം അധ്യായത്തിന്റെ 9, 10, 11 വാക്യം വേഗത്തിൽ വായിച്ചിടാം. ആ വാക്ക് ഒന്നുകൂടി ആവർത്തിച്ച തെറ്റാകുന്നില്ല. വായിച്ചു. വായിച്ചു. 6-8-9 വാക്യം. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭയേറിയതും ഒരു യഹൂദന്റെ ചിന്തയാണ്. നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് അല്പം ഒരു മുറിവുകൾ വേദന വന്നാലും നിങ്ങളെ കുറിച്ച് ശുഭ പോയിട്ട് 2-3 വർഷമായി. സ്വതന്ത്രം വൈകാൻ നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും ഒരു യഹൂദന്റെ മനസ്സതാണ്, ഒരു ക്രിസ്തുവിന്റെ മനസ്സതാണ്. ദൈവത്തെ നല്ല മനുഷ്യന്റെ മനോഭാവത നിങ്ങളെ കുറിച്ച്. അതുകൊണ്ടാണ് ഈ പത്രോസ് ചാടിക്കൊരു വാക്ക് പറഞ്ഞ, കർത്താവ് ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം, ഒന്ന് മോശയ്ക്കും, ഒന്ന് യേശുവിനും, ഒന്ന് ഏലിയാവിനും. അപ്പോൾ ചോദ്യം, നിങ്ങളുടെ ഇവിടെ വരാന്തി കിടക്കാം, അല്ലെങ്കിൽ ഈ പൊടി കിടക്കാം, അല്ലെങ്കിൽ മഞ്ഞിക്കറി കിടക്കാം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഉയർച്ചകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും സ്വയം ഉയർച്ചകൾ ശ്രദ്ധിക്കാതിരിക്കുന്ന മനോഭാവം യഹൂദന്റെ മനോഭാവമാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. മറ്റുള്ളവന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യോ നോക്കാതെ മറ്റുള്ള പോഷിപ്പിക്കും. നമ്മൾ പലപ്പോഴും പച്ചവെള്ളം കുടിച്ചുകൊണ്ട് രാത്രി മൊത്തം ഉരുണ്ട് കിടന്നിട്ടുണ്ട്. ഇല്ല, അങ്ങനെയല്ലേ? ഉണ്ടോ? ഇല്ലയോ? കൊടുത്തിട്ടില്ല. നിങ്ങൾ കഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. സ്വന്തം പ്രൈസ് ഗോഡ്. എത്രയോ വ്യക്തികൾ മറ്റൊരു കഴിപ്പിച്ച ശേഷം പച്ചവെള്ളം കുടിച്ചുകൊണ്ട് രാത്രി ഉറങ്ങാൻ തിരിച്ചു മറിഞ്ഞ് വിശപ്പ് കൊണ്ട് കലങ്ങിയ വ്യക്തി. ആ കുടുംബത്തിന്റെ ഉയർച്ച എന്ന് പറഞ്ഞത് എണ്ണാൻ പറ്റുന്നില്ല. ശ്രേഷ്ഠ ഭോജനങ്ങൾ കൊണ്ട് ദൈവം ആ കുടുംബങ്ങൾ നിറച്ചിട്ടുണ്ട്. സ്വന്തം പ്രൈസ് ഗോഡ്. അത് കർത്താവിന്റെ പുസ്തകത്തിൽ കിടക്കുന്ന ഉദാഹരണം വായിച്ച നിന്നെ കുറിച്ച് ശിവമേർ രക്ഷിക്കുന്നതും ആ പ്രത്യേക വാക്യം. യഹോവയുടെ പ്രവൃത്തിയും വായിക്കേ, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് അവൻ കാണിച്ച സ്നേഹവും മറന്നു കളയാത്തക്കവേ എന്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഇത് രാവിലെ ആദ്യന് അവ യഹൂദയെന്നോ അപ്പോൾ യഹൂദയെന്നോ ചാടി വീണ് ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അവന്റെ കാര്യം നോക്കാതെ മറ്റുള്ള കാര്യം നോക്കാൻ സ്റ്റെപ്പ് വെക്കുന്നുവെങ്കിൽ യഹൂദയെ നീ ഭയപ്പെടേണ്ട. ഇതാ നിന്റെ പേര് നിർദ്ദേശിക്കുവാൻ എന്റെ ദൈവം ബന്ധപ്പെടുന്നു. യഹോവ
വായിക്കുക. യെശയ്യാവ് 62:1 വായിക്കും, വേഗത്തിൽ വായിക്കും പെട്ടെന്ന്. യെശയ്യാവ് 62:1 വായിച്ചേ വേഗത്തിൽ. സീയോനെക്കുറിച്ച് മിണ്ടാതിരിക്കയില്ല, മിണ്ടാതിരിക്കയില്ല, യെരൂശലേമിനെക്കുറിച്ച് അടങ്ങിയിരിക്കുകയുമില്ല. അതിന്റെ പ്രഭാതം, അതിന്റെ നീതി പ്രഭാതം പോലെ പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെ വിളങ്ങി വരുവോളം തന്നെ ജാതികളുടെ നീതിയെയും സകല രാജാക്കന്മാരുടെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേര്. ഒരു ആമേൻ പറയണം. ക്രിസ്തവർ അല്ല നിർദ്ദേശിക്കുന്നത്, നമ്മൾ ആരുമല്ല നിർദ്ദേശിക്കുന്ന, യഹോവ കൽപ്പിക്കുന്ന എന്റെ ദൂത അതാണ്. എന്റെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് നൃത്തം ചവിട്ടണം താല്പര്യമുണ്ട്, അത്രയും അകത്തിറക്കാണ് വചനം. സോദര, നീ കരയണമെന്നുണ്ട്, പല കാര്യം ചെയ്യുന്നുണ്ട്, എനിക്ക് പല തരത്തിൽ എനിക്ക് അത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ പറയാ, എന്റെ കർത്താവ്, എന്റെ കുഞ്ഞെ, എന്റെ പ്രിയ മാതാപിതാക്കളെ, ഈ ശബ്ദക്ക് പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവ് കൽപ്പിക്കുന്ന ഒരു പുതിയ പേര് നിനക്ക് വേണ്ടി ഇടാൻ പോകുന്നു എന്ന് ഞാൻ ഈ വേദിയോട് പ്രവചിച്ചു പറഞ്ഞാൽ, എന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു പുതിയ പേര് പറ, എന്റെ തലമുറയ്ക്ക് വേണ്ടി പുതിയ പേര് കൽപ്പിക്കുന്ന ദൈവം പറഞ്ഞാൽ, അത് യഹോവ കൽപ്പിച്ച വായുണ്ടല്ലോ, ആ പേര് തന്നെയാണ്. അതിന് ഭൂമിയിൽ നിന്ന് മായ്ക്കാൻ ഒരൊറ്റ വ്യക്തി കഴിയില്ലെങ്കിൽ കരത്തട്ടി പറ, യഹോവ നിനക്ക് വേണ്ടി ഒരു പുതിയ പേര് കൽപ്പിക്കുന്നു, ഒരു പുതിയ അനുഭവം കൽപ്പിക്കുന്നു. അത് യഹൂദയ്ക്ക് വേണ്ടി കൽപ്പിച്ച ദൈവം മരിച്ചു പോയിട്ടില്ല, അതേ ദൈവം തന്നെ ഇന്ന് ജീവിക്കുകയാണ്. Praise the Lord. Praise the Lord. അപ്പോൾ ഓർത്തോണം, അതിന് യഹൂദ, അപ്പോൾ യഹൂദ. അപ്പൊ ഒരുത്തൻ ചുമഞ്ഞു വേണ്ട, അടങ്ങിയിരിക്കട സ്വത്ര, അടങ്ങിയിരിക്കട. അപ്പൊ പുള്ളി കുറച്ചു ദിവസം എന്ത് ചെയ്തു? ലാലിയാന്റി അടങ്ങിയിരുന്നു. പുള്ളി ഇരിക്കൂ. സഹോദരന്മാരെ കുറിച്ചുള്ള ഒരു ആർത്തിയുള്ളവൻ അടങ്ങിയിരിക്കുക. ആരടക്കാൻ ശ്രമിച്ചാലും പുള്ളി എന്ത് ചെയ്യത്തില്ല, അടങ്ങിയിരിക്കുകയില്ല. വായിച്ചേ 44:33 വാക്യം കൂടി വായിച്ചേ. സ്വത്രം. പകരം അടിയൻ യജമാനൻ അടിമയായിരിക്കാനും. അങ്ങനെ ഇരിക്കുമോ? ജയിച്ചിരിക്കുമോ? നിങ്ങൾ ജയിലിൽ പോട്ടെ, ഞാൻ പോന്ന് പറയുന്നു. ജയിലെന്ന് പറയുമ്പോൾ തന്നെ ആ പാട് പരിത്തിരിക്കുകയാണ്. ഇതാണ് യഹൂദര മനോഭാവം. അവന് പോലെ ഞാൻ എന്ത് ചെയ്യാം? സന്ധ്യസ്ഥ പോകുമോ? അങ്ങനെ ഓർക്കാനേ വയ്യ. പിന്നെയാണ് പറയാം. നമ്മൾ പറയും, കർത്താ എനിക്ക് അങ്ങ് പേര് വിളിക്കണം. അങ്ങനെ ഒന്നും വിളിക്കുന്ന ദൈവമല്ല. ദൈവം സ്കാൻ ചെയ്ത് നമ്മുടെ ഭൂതകാലം മൊത്തം മരിച്ച്, നമ്മുടെ ഭൂതകാല രീതികളെല്ലാം ചിന്തിച്ച്, നമ്മൾ എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ പ്രവർത്തിച്ചു, അത് മൊത്തം നോക്കിയിട്ടേ. അല്ല, നമ്മൾ പറയുമ്പോൾ റേഷൻ കാർഡ് കൊണ്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന അനമല ദൈവത്തിന്റെ പേര്. ദൈവം എന്റെ പേര് റേഷൻ കാർഡിലുണ്ട്, ആധാറിലുണ്ട്, പാൻ കാർഡിലുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ പേര് ഇവിടെ ആദ്യം നിർദ്ദേശിക്കാം. തമ്പരമ്മ പണിയൊക്കെ പറയും. നല്ല മനോഭാവം ഇല്ലാത്തവന്റെ പേര് നിർദ്ദേശിക്കുന്നവനല്ല എന്റെ ദൈവം. യോഗ്യനായി കാണുന്ന കർത്താവ്. ഇവിടുത്തെ മനുഷ്യരല്ല അയോഗ്യനെ കാണുന്നു. എന്റെ ദൈവം അയോഗ്യനെ കാണുന്നു, യോഗ്യനെ കാണുന്നു. കാര്യങ്ങൾ ഒത്തിരി മനസ്സിലാകുമോ? ഈ ഉപവാസ പ്രാർത്ഥന ഇത് വെളിപ്പെട്ട ഞാൻ മറ്റൊരു പാർട്ട് എടുക്കാൻ നോർത്തു. പക്ഷേ ഒരു 2-3-4 ദിവസമായിട്ട് ഈ വചനത്തിന്റെ കടത്ത് കളിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇറക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ദൂതം ഇറക്കി വെക്കുന്ന വാക്ക്. സ്വത്രം മനസ്സിലാകുന്നുണ്ടോ? അവനെ ജയിൽ അടയ്ക്കേണ്ട, എന്റെ ജയിൽ അടയ്ക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? അവനെ ഒന്ന് ചെയ്യണം, എന്നെ ചെയ്യാൻ. അവൻ രൂപ നോക്കിയിരിക്കുക, അതിന്റെ പരിപാടി. മറ്റുള്ളവർ നോക്കില്ല, അവന്റെ പരിപാടി. രാത്രി ഞാൻ ആത്മാവ് പറയാ, യഹൂദ പുറപ്പെടേണ്ടെന്ന് പറഞ്ഞ രഹസ്യം പറഞ്ഞ ഈ വാക്ക് രാവിലെ പോയിട്ട് അതാ പ്രസവിച്ചൊരു വാക്ക്. ഒരു പുറകോട്ട് സ്കാൻ ചെയ്യാമോ? നമുക്ക് സ്കാൻ ചെയ്തെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേര് ഈ ആഴ്ച വരും. ഇതിനകത്തൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് കാണാൻ സാധ്യത ഇല്ല. ഏതെങ്കിലും ആ വാക്കൊന്നും യേശു വായിച്ചപ്പോ യേശു ഓർക്ക് വായിച്ചാൽ ആകയാൽ ബാലന് പകരം അടിയൻ യജമാനന് അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരോട് പൊയ്ക്കൊള്ളുവാനും അനുവദിക്കേണ്ടത്. ബാലൻ കൂടെ ഇല്ലാതെ ഞാൻ എങ്ങനെ അപ്പന്റെ അടുക്കൽ പോകും? മനസ്സിലായി? സ്വന്തം പറയണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറഞ്ഞ വാക്ക് പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. യഹൂദ പുറപ്പെടട്ടെ എന്ന് പറയുമ്പോൾ ബാലനില്ലാതെ പോകുന്ന പരിപാടി ഇല്ല. അവനെ വിടിവിച്ചിട്ടേ പോകത്തുള്ളൂ.
അതിൻ്റെ ഒരു അപ്പന്റെ മോനാണ് ഞാൻ കേട്ടത്. നൂറുകണക്കിന് വിശ്വാസികൾ ചുരുണ്ടു കിടന്നപ്പോൾ എന്റെ പിതാവ് പോയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവർ രോഗവും മാറ്റി ഭൂതവും മാറ്റി അവരെ പിടിപ്പിച്ച് രക്ഷപ്പെടുത്തിയ ഒരു അപ്പന്റെ മോനാണ് ഞാൻ. സ്തോത്രം. അതുകൊണ്ട് ആ അപ്പന്റെ മോനായി ഞാൻ അഭിമാനിക്കുകയും ആ അപ്പന് കൊടുത്ത അംഗീകാരം ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയൊക്കെ നിന്ന് പറഞ്ഞു. സ്തോത്രം. ഒരാളോട് സംസാരിച്ച് പറഞ്ഞു, എന്റെ ഉയർച്ച കാണാൻ എന്റെ അപ്പന് ഭാഗ്യം ഉണ്ടായില്ല, എന്റെ നന്മ കാണാൻ എന്റെ പിതാവില്ല, അതിന്റെ ഒരു ബാലൻ എപ്പോഴും എന്റെ നീളാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം ഓർത്തോണ്ട് എന്റെ പിതാവ് വിളമ്പി കൊടുത്ത വിശേഷതകൾ മൊത്തം ഒരു തലമുറയിൽ ദൈവം എനിക്ക് തിരിച്ച് പഴകി തരുവാൻ എന്റെ കർത്താവിന് പ്രസാദമായി തീർന്നു. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പറയാം, മറ്റുള്ളവരെ വിടുതലിന് വേണ്ടി, മറ്റുള്ള അനുഗ്രഹത്തിന് വേണ്ടി, മറ്റുള്ള നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിത്വം എഴുതുന്ന യഹൂദരുടെ മനോഭാവം എന്റെ പുസ്തകത്തെ കുറിച്ച് വെച്ചുവെങ്കിൽ എന്റെ അനുഗ്രഹമല്ല. കരമരിച്ച ആത്മാവ് സ്വന്തം പറയാമോ? ദൈവ വിശ്വസത്തെ കേട്ട അന്യമാരെ, അച്ഛന്മാരെ, സഹോദരങ്ങളെ, ദൈവ ഉത്തരവാദിത്വം കേട്ടോ. താൻ ചെയ്ത ഓരോ പ്രവചികളും, താൻ ചെയ്യുന്ന ഓരോ ചിന്തകളും, താൻ ചെയ്ത ഓരോ മനോഭാവങ്ങളും നമ്മുടെ തലമുറയ്ക്ക് അത് എന്നേക്ക് നേട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലും നമ്മുടെ ലൈഫിനെ തിരുത്താനുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റുന്ന ദിവസമാണ് ഉപവാസ പ്രാർത്ഥന. ഞാൻ എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞു തോന്നുന്നു, ലേവിന് അതുവഴി കന്നു, പുരോഗതിന് വന്നു, പിന്നെയാണ് ആര് വരുന്നത്? നിങ്ങൾ പറ, ആരുടെ പേരെ പുസ്തകത്തെ കുറിച്ച് വെച്ചത്? എന്താ ലേവിനെ കുറിച്ച് പ്രസംഗിച്ച് അല്ലുവിൽ വാങ്ങാത്ത കാര്യം എന്താ? പുരോഹിതന്മാരെ കുറിച്ച് പ്രസംഗിച്ച ഗ്ലോറി കിട്ടാത്ത കാര്യം എന്താ? മനസാക്ഷി ഉള്ളവനെ കുറിച്ച് പ്രസംഗിച്ച, മനസാക്ഷി ഇല്ലാത്തതിനെ കുറിച്ച് പ്രസംഗിച്ച ഒരു സ്വോത്രം പോലും മനസാക്ഷിയുള്ള ശബരിയക്കാരനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ സ്വോത്രം കിട്ടത്തുള്ളൂ. അപ്പോഴേ ആത്മീയ വർദ്ധന ഉണ്ടാകത്തുള്ളൂ. നമുക്ക് നല്ല ശബരിയക്കാരൻ തോന്നാൻ പറ്റത്തുള്ളൂ. അവൻ വീഞ്ഞു വെണ്ണയും പകർന്ന് മുറിവ് കെട്ടിട്ടേ അവൻ ഇവിടെ കിടന്നു, നിനക്ക് പറ്റുമെങ്കിൽ ക്ഷീണം മാറിയിട്ട് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് പോയിട്ടില്ല. അവനെ എടുത്ത് അവന്റെ വാഹന മൃഗത്തെ കയറ്റി. എന്റെ വണ്ടിക്ക് അടുത്ത വർഷം 15 വർഷം ആകുന്നുണ്ട്. ഈ 15 വർഷം കൊണ്ട് എത്ര ജനങ്ങൾ ഇതിനകത്ത് കയറിയ കാര്യം തമ്പുരാൻ അറിയത്തുള്ളൂ. വണ്ടി എന്റെ ലോൺ അടയ്ക്കുന്ന ഞാൻ, ഡീസ് അടിക്കുന്ന ഞാൻ, വണ്ടിക്ക് കേടുപാടുകൾ വരുത്തുന്ന ഞാൻ, അവരുടെ സ്വന്തം അതിന്റെ സർവീസ് ചെയ്യുന്ന ഞാൻ. പക്ഷേ ഒരു കാര്യം, മറ്റുള്ള വിടുതലിന് വേണ്ടി ഈ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വരെയും ദൈവം ഒരു കുറവ് പോലും വരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അവന്റെ വാഹന മൃഗത്തെ കയറ്റിയിട്ട് പ്രാപ്തപ്രായം കിടക്കുന്ന മനുഷ്യനെ കൊണ്ട് ശബ്ദത്തിലാക്കിയിട്ട് പോയി. ശബ്ദത്തിലാക്കി എന്ന് പറഞ്ഞു. 2 വെള്ളിക്കാശ് കൈ കൊടുത്തിട്ട് പറഞ്ഞു, തിരിച്ച് ഞാൻ വരും, അധികം വന്ന് ചെലവിട്ടാൽ ഞാൻ ബാക്കി എന്ത് ചെയ്യാം, നിങ്ങൾ ചെലവിട്ട് തരാം. എന്ത് ഉത്തരവാദിത്തമല്ലേ? ആ ഉത്തരവാദിത്തം യഹൂദ കാണിച്ചത്. സ്വത്രം. ഞാൻ ഈ ബാലന് വേണ്ടി ഉത്തരവാദി. അവനൊരിക്കലും ഇല്ലാതെ അപ്പന്റെ അടുക്കൽ പോകാൻ പറ്റില്ല. അപ്പന്റെ പ്രാണനും ഇവന്റെ പ്രാണനും പിണങ്ങി കിടക്കുകയാണ് എന്ന് പറയാൻ അർത്ഥമെന്ന കാര്യം. ഇപ്പോൾ നേരത്തെ സ്തോത്രം ജോസഫിന് വേണ്ടിയാണ് പിണങ്ങിപ്പോയത്, അല്ലേ? ജോസഫിന് വെള്ളിക്കാശ് വിറ്റത് കൊണ്ടാണ് പിണങ്ങി. ഇപ്പൊ ആർക്ക് വേണ്ടി പിണങ്ങിയെന്ന് വെച്ചാൽ ബെന്യാമിന് വേണ്ടി. കണ്ടോ കാര്യം? മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഇങ്ങനൊരു സഹോദരൻ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, ഇങ്ങനൊരു സഹോദരൻ കിട്ടാത്തുണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടത്തില്ലേ? രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് പറഞ്ഞ സ്വന്തം പറഞ്ഞ ഒരു സ്വന്തം പറ, അതൊരു സ്വന്തം പറയണം. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം പിണങ്ങിപ്പോയത് ജോസഫിന്റെ പേരില പിണങ്ങിപ്പോയത്. ഇവിടെ കിടന്ന് കാര്യം കൂവിയും മധ്യസ്ഥനയ്ക്കുന്ന ഇളയ ബെന്യാമിന്റെ പേരിലാണ്. ഇതിനെല്ലാം ഉത്തരവാദിത്വം എടുത്തിരിക്കുന്ന മൊത്തമാന യഹൂദയാണ്. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാൽ പറഞ്ഞു നിർത്തട്ടെ. അങ്ങനെ ഒരു മനോഭാവം ഉള്ളത് കൊണ്ടല്ലേ ദൈവം തന്നെ തന്റെ പേര് നിർദ്ദേശിച്ച സ്വതന്ത്രമാണ്. യഹോവ കൽപ്പിക്കുന്ന പുതിയ പേര് ആരുടെ കിടപ്പോട്ട് വായിക്കും? യെശയ്യാവ് 62 3-ാമത്തെ വായിക്കും. വേഗത്തിൽ വായിച്ചു നിർത്താം. നമുക്ക് നാളെ വായിച്ച് ചിന്തിക്കാം. വായിച്ച് യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും. മതി, ഒരു മിനിറ്റ്. പേര് വന്നപ്പോ എന്തായി? ഭംഗി മാറിയില്ലേ? മാറിയോ? സന്ദേശത്തെ പറ, ബിന്മേരിയായിട്ട് പറ, ഡിവൈഎസ്ഡി ദൈവമക്കൾ പറ.
പേര് മാറ്റിയാൽ നിങ്ങൾ ആ ഭംഗിയെ കുറിച്ചൊന്ന് വായിച്ച് പെട്ടെന്ന് വായിച്ചു നിർത്താം. എനിക്ക് ആ ദൂതം ഇറങ്ങി വരികയാണ് കേട്ടോ. സ്തോത്രം ദൈക്കാൻ ഉത്തമഗീത 5:10 വാക്യം ഒന്ന് വായിച്ച് സ്തോത്രം. ആ ഭംഗിയെ കുറിച്ചൊന്ന് പറഞ്ഞ് ഒന്ന് വായിച്ച് വേഗത്തിൽ. ഉത്തമഗീത 5:10 മുതൽ ഞാൻ പറയുന്ന വായിക്കും. വേറെ ഒന്നിട്ട് വായിച്ച പണി കിട്ടും. സ്തോത്രം ദൈക്കാം. വായിച്ച് സ്തോത്രം എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. ഭംഗി കൂടിയ അശോച ഭംഗി കൂടിയ യഹോവ പേരിട്ട ഭംഗി കൂടും. ഈ പേരിട്ടവന്റെ ഭംഗിയാണ് പറയുന്നത്. എന്താ? എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, അവൻ 10,000 അതിശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നു. നീ യഹോവയുടെ കയ്യിൽ ഭംഗി എന്ന വാക്ക് പറഞ്ഞവന്റെ ഭംഗിയാണ് ഭംഗി. അല്ലാതെ ഭംഗിയില്ലാത്തവൻ ഭംഗി കൂട്ടി പറഞ്ഞ വാക്കല്ല. ഭംഗി കൊടുക്കാൻ പറ്റുന്നവനാണ് ഭംഗി കൂട്ടി കൊടുത്തത്. ആരെ ഭംഗിയാ? യഹോവയുടെ ഭംഗി, യേശുവിന്റെ ഭംഗി. സ്വോത്രം. എനിക്ക് കുറെ പ്രസംഗിക്കാനുണ്ട്. സ്വോത്രം അറിയിക്കാൻ ഭംഗി കൂട്ടി. ഇപ്പൊ എന്താ വന്നു? എന്റെ പ്രിയൻ നീ പറഞ്ഞാൽ എനിക്ക് സന്തോഷം. പറ. വെണ്മയും ചുവപ്പുള്ള അടുത്ത വാക്ക് 10,000 അടുത്ത വാക്യം വായിച്ച. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. നിങ്ങൾ അറിയാമല്ലോ വാക്യം 16 വാക്യം 10 മുതൽ 16 വായിക്കുമ്പോൾ നമ്മൾ പല ഭാഗത്തെ വായിച്ചതും പഠിച്ചതുമായതുകൊണ്ട് അത് നമുക്കറിയാം. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അടുത്ത് ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് അവസാനത്തെ വാക്കുമായി ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ. കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സുന്ദരൻ. ചിലരെ കാണിച്ചു കൊടുത്താൽ ഉള്ള സന്തോഷം എന്ത് ചെയ്യും? പണ്ട് എനിക്ക് ചില സമയത്ത് ചിരി തോന്നുന്നു. ഞാൻ യു പിയിലാണ്, ഹൈസ്കൂളായില്ല, UP സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, വിടാ ഞങ്ങളുടെ വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ വീട് 2 നില വീടാണ്. അപ്പോൾ അവൻ്റെ 2 നില വീട് കാണാൻ തക്കവണ്ണം എന്നെ കൊണ്ട് പോവുകയാണ്. എപ്പോഴറിയാമോ? ബെല്ലടിക്കുന്നതിന് തൊട്ട് മുമ്പിൽ ഒരു 10 മിനിറ്റേ ഉള്ളൂ ബെല്ലടിക്കാൻ. അവ എന്നെ കൊണ്ട് സ്കൂളിൽ നിന്നും അവന് വീട് കാണിക്കാൻ പോവുകയാണ്. അവ പകുതി എത്തിയിട്ട് വീട് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ബെല്ലടിക്ക് തിരിച്ചു പോകാൻ. ഞാൻ പിന്നെ പിറ്റേ ദിവസവും അവിടെ കൂടി പോയി. അവൻ്റെ വീടാണെന്ന്, അത് വേറൊരു കോടീശ്വരൻ നായന്റെ വീടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവന്റെ വീട് എനിക്ക് കാണിച്ചു തന്നു. പേരെനിക്ക് മറന്നുപോയി. അപ്പോൾ എന്നെ പറഞ്ഞ അവൻ താമസിക്കുന്ന ക്രിസ്ത്യൻ അറിയാമോ? ഇവന്റെ അപ്പൻ സൈക്കിൾ ലോഡാണ്. പണ്ട് അരിയൊക്കെ സൈക്കിൾ ലോഡാണ്. ആ റോഡ് സൈഡിലൊരു ഈ പുറമ്പോക്കിനകത്ത് ഓലമേലഞ്ഞ വീടാണ്. പക്ഷെ അവന് സ്വപ്നമാണ് അവൻ പറഞ്ഞതെങ്കിലും എന്നെ കാണിച്ചു തന്നല്ലോ. സ്വത്രം ചെയ്യാൻ അവന്റെ വീട് കാണിക്കട്ടെ. അവന്റെ വീട് അവൻ കുടില് കാണിച്ചു തന്ന പറ്റത്തില്ല. അതുകൊണ്ട് അവൻ കാണിച്ചത് ഒരു നായന്റെ വീടാണ് സ്വത്രം ചെയ്യാൻ. അപ്പൊ ഇവിടെ നിങ്ങൾ വാക്കി വേക്കാൻ ചോദിക്കേ, എന്റെ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണമുള്ള സൗന്ദര്യപൂർണനായി നിൽക്കുന്ന ഒരു യേശുവിനെ അല്ലേ ഇവിടെ ശലോമൻ വരച്ച് കാണിക്കുന്ന ഈ സൗന്ദര്യമല്ലേ പുതിയ പേരിട്ട വ്യക്തിക്ക് കൊടുക്കുന്ന സൗന്ദര്യം ആണോ? രാമൻ പറയുന്ന സഹോദര, അതാണ് യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള ഇടമാണ്. അപ്പൊ അർത്ഥം പറഞ്ഞത് എന്റെ യേശുവിന്റെ ഭംഗി എനിക്ക് തന്നെ പേരിട്ടിട്ട് പോകുന്നതല്ല, ഭംഗി കൂട്ടിട്ട് പോകുന്ന സ്വഭാവം കൂടി അവനുണ്ട്. സഹോദര, കരമുന്നതൊക്കെ സ്വതന്ത്രം ചെയ്യാമോ? ഇതും കൊണ്ട് വേണം ഇന്ന് രാത്രി ഉറങ്ങാൻ പോകാൻ. രാവിലെ എഴുന്നേറ്റ് ഓടിപ്പോ നോക്കേണ്ടത് കണ്ണാടി പോ നോക്കണം. എന്റെ സൗന്ദര്യം കൂടിയൊന്ന് പറ. ഏറ്റവും നമ്മുടെ നല്ല മുഖം കാണണമെങ്കിൽ എപ്പോഴും കാണണം. നിങ്ങൾക്ക് മനസ്സിലായി? യഥാർത്ഥ മുഖം കാണണമെങ്കിൽ പറ. എന്തെങ്കിലും പറയണം. സ്വതന്ത്രം ഉറക്കൊണ്ടിട്ട് ഞാൻ അങ്ങനെ ഈ സൈക്കോളജി എനിക്ക് പഠിക്കണമായിരുന്നു. പഠിച്ച സമയത്ത് ഞാൻ ചില വീട്ടിൽ അങ്ങനെ കാണാൻ പോയി. ഞാൻ പോയിട്ട് ഫോണിൽ ബെല്ലടിച്ചു. കാര്യം നമുക്കൊരു എക്സ്പീരിയൻസ് വേണ്ടേ. എന്നിട്ട് ഒരു വരവുണ്ട്. അന്നാണ് എനിക്ക് ചാച്ച നേരത്തെ പറഞ്ഞ പോലെ മടലുണ്ട്, ചുടല മടല്. സ്വന്തം
എന്റെ പൊന്നെ, ഏതെല്ലാം പിശാച് രൂപമുണ്ടോ അതെല്ലാം ഉറക്കൊണ്ടിട്ട് വരുന്ന മുഖത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. 10 മിനിറ്റ് കഴിഞ്ഞെങ്കിൽ രൂപം മാറിയേനെ. സ്വന്തം പ്രേക്ഷിതല്ലോ. അപ്പൊ തനി രൂപം കാണണമെങ്കിൽ എപ്പോഴും നോക്കണം, ഉറക്കൊണ്ടിട്ട് നോക്കണം. അതെങ്ങനെ പോകണം? പോയി രാവിലെ ഹോണിബൽ അടിക്കണം, അപ്പോഴും വരവുണ്ട്. അത് ഒരു പ്രാവശ്യം അടിച്ചാൽ 2-3 ക്ലിക്ക് കഴിക്കണം, അപ്പോഴും ആ വരവാണ് വരും. സ്വന്തം ഒരു പ്രാവശ്യം അടിച്ചാൽ മോഹം കഴിക്കളക്ട് തലയെ കുറിച്ച് വീട്ട് ഇത് കിടികിടികിട അടിച്ചാൽ സ്വന്തം 2-3 പ്രാവശ്യം ഇങ്ങനെ സ്പീഡ് കയറ്റി അടിച്ചാൽ മതി. ഇറങ്ങി വരുന്ന ഒരു വരവുണ്ട്, ആ വരവാണ് യഥാർത്ഥ പ്രേക്ഷിക. ഓക്കെ, ഞാൻ പറഞ്ഞ അർത്ഥം നമുക്കറിയാം. അപ്പൊ എന്റെ പ്രിയൻ പേരിട്ടിട്ട് പോകുന്ന വ്യക്തിയല്ല, അവൻ ഭംഗി. അപ്പൊ പേരിനകത്ത് എന്തുണ്ട്? ഒരു ഭംഗി കൂട്ടറുണ്ട്. സ്വതന്ത്രം. അതുകൊണ്ട് യഹൂദയ്ക്ക് ഇവിടെ പേര് കൂട്ടുക മാത്രമല്ല, അവന് ഭംഗി കൂട്ടി. അതുകൊണ്ടാണ് അതിന് യഹൂദ അപ്പോൾ യഹൂദ എന്ന് പറഞ്ഞിട്ട് വാക്കാക്കുന്നു. ആ ബാലനും വല്ല ഉത്തരവ അത് ആപത്ത് വന്നാൽ എന്ന് അപ്പോൾ പറഞ്ഞു. ആ ആപത്ത് ബാലൻ വരാതിരിക്കത്തക്കവണ്ണം 29-ാമത്തെ വാക്യം വായിച്ചിട്ട് 44-ാമത്തെ അധ്യായം യെശയ്യാ 44:29 വായിച്ചിട്ട് 33-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥന വായിച്ച് യെശയ്യാ 44:29 വായിച്ച് പെട്ടെന്ന് വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 44 അപ്പൊ എസ്റ്റീം സോറി കേട്ടോ, ഇത് തലച്ചോറ് യെശയ്യാവ് കിടന്നുകൊണ്ടായിരിക്കും. നിങ്ങൾ ഇവരെയും കൊണ്ടുപോയിട്ട് അവന് വല്ല ആപത്തും വന്നാൽ, എന്റെ കുഞ്ഞിന് വല്ല, പുള്ളി പേടിച്ച് ആകപ്പാടെ കിടങ്ങി നിൽക്കുകയാണ്. അപ്പം പറഞ്ഞു വിട്ടു, എന്റെ മോന് വല്ല ഉണ്ടോ? അപ്പൻ പറഞ്ഞു എന്റെ മോന് വല്ല കാര്യം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അപ്പന്റെ പ്രാണനും മോന്റെ പ്രാണനും തമ്മിൽ പിഴഞ്ഞിടക്കുകയാണ്. അപ്പൊ അപ്പൻ പറയുന്നത് എന്റെ കുഞ്ഞിന് വല്ല. അപ്പോഴേക്കും പുള്ളി തീക്കകത്ത് ആളി കത്തി. അതുകൊണ്ടാണ് 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ അവിടുത്തെ അടിയാനായ അപ്പന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവന്റെ പ്രാണൻ ഇവന്റെ പ്രാണനോട് പറ്റിയിരിക്കൊണ്ട് ബാലൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും. അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയാനായ അപ്പന് തലയെ ദുഃഖത്തോടെ പാതളത്തിൽ ഇറങ്ങുമാറാക്കും. അടിയൻ അപ്പനോട് അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ എന്നും അപ്പനെ കുറ്റക്കാരനായി എന്ന് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പനോട് ബാലിന് വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു. ആകയാൽ ബാലിന് പകരം അടിയൻ യജമാനൻ അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരുടെ കൂടെ പോയിക്കൊള്ളുവാനും അനുവദിക്കണമേ. ബാലൻ കൂടെ ഇല്ലാതെ ഞാൻ എങ്ങനെ അപ്പന്റെ അടുക്കൽ പോകും? അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ. അപ്പന് ഭവിക്കുന്ന ദോഷം കാണേണ്ടി വരും. അത് ഭയപ്പെട്ടിട്ടാണ് പുള്ളി നെഞ്ചു പൊട്ടി മധ്യസ്ഥ ചെയ്യുന്ന വാക്ക്. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വാക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് കൺവെൻഷൻ മീറ്റിംഗ് കൊണ്ടാണ് ഞാൻ വേഗം നിർത്തുന്നത്. രാവിലെ അവൻ 10:00 പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴും വന്നത് ഈ മക്കളാണ് ഇതിനകത്തിരിക്കുന്നത്, അവരെനിക്ക് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്ന് രാത്രി നമുക്ക് പറയാം, കർത്താവേ, അവൻ ഇത്രയും ഉത്തരവാദിത്വം ആരേറ്റെടുത്തു? യഹൂദ ഏറ്റെടുത്തു. എന്നല്ലേ ആര് പുറപ്പെടണം? യഹൂദ. രാത്രി നമുക്ക് പറയാം, കർത്താവേ, എന്റെ പേര് നിർദ്ദേശിക്കണമെങ്കിൽ ഇങ്ങനൊരു നല്ലൊരു മനോഭാവം എനിക്കും ആവശ്യമാണ്. ഇങ്ങനെ നല്ലൊരു ചിന്ത എനിക്ക് ആവശ്യമാണ്. ഈ ചിന്ത എനിക്ക് ഇന്ന് രാത്രി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ആഴ്ചകളിലോ ഈ മാസങ്ങളിലോ വരുന്ന ദിവസങ്ങളിലോ മാസങ്ങളിലോ നമ്മുടെ തലമുറയുടെയും പേരും ചില മേഖലയ്ക്ക് ദൈവം നിർദ്ദേശിക്കും. ആ നിർദ്ദേശിക്കുന്ന നിർദ്ദേശം കാണുമ്പോൾ പേര് മാത്രമല്ല അവയെ ഭംഗി കൂട്ടും. നമുക്ക് യെശയ്യാ 63 ചിന്തിക്കാം. വെളിപ്പാടുകൊണ്ട് എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ട്. അതിന് രാത്രി പറയാം, കർത്താവേ, എന്റെ ദൈവം വിശ്വസ്തമാണ്. എല്ലാം കണ്ടുമടയ്ക്കാം. കർത്താവ് എത്ര വിശ്വസ്തനാണ്. അവൻ ബാലന് വേണ്ടി അപ്പന് വേണ്ടി ഒക്കെ ഉത്തരവാദിത്തം എടുത്ത നല്ല ശുദ്ധമൻ സാക്ഷിക്ക് ഉടമസ്ഥനായ യഹൂദയെ ദൈവം മറക്കുമോ? അവൻ മറക്കുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. ഇന്ന് രാത്രിയിൽ ആ ദൈവമക്കളെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മനസാക്ഷി ദൈവം കണ്ടു, നമ്മുടെ നല്ല പ്രവൃത്തി ദൈവം കണ്ടു, നമ്മുടെ നല്ല ചിന്ത ദൈവം കണ്ടു. അതിന് തക്ക യോഗ്യമായ അത്ഭുതങ്ങൾ ചെയ്യേണ്ട കടപ്പാട് അവയുടെ ദൈവത്തിന് കടപ്പാടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്റെ പേര് ദൈവം നിർദ്ദേശിക്കും, എന്റെ കുടുംബത്തിന് പേര് ദൈവം നിർദ്ദേശിക്കും, എന്റെ കുഞ്ഞുങ്ങളുടെ പേര് ദൈവം നിർദ്ദേശിക്കും. അവരുടെ ജീവിതത്തിൽ മേൽ വലിയൊരു രൂപാന്തരത്തിലേക്ക്, മറ്റൊരു ലൈഫിലേക്ക് എന്നെ
കൊണ്ടുപോകുന്ന അവൻ ദിവസമാക്കി മാറ്റും. ആ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് മുമ്പാകെ നമുക്കൊരു നിമിഷം കൂടി കണ്ണുടയ്ക്കാം. അവയെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എന്നെ കരുതുവാനും എന്നെ പോറ്റുവാനും എന്നെ പുലർത്തുവാനും എന്നെ ഉയർത്തുവാനും എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. ആ ദൈവം എന്നെ ഒരിക്കൽ പോലും കൈവിടുകയില്ല. ഹല്ലേലൂയ. അവൻ വേട്ടയാൽ ഓടിത്തളർന്നാൽ പേടാമാൻ പോലീതാ ഞാൻ. വേട്ടയാൽ ഓടിത്തളർന്നാൽ പേടാമാൻ പോലീതാ ഞാൻ. വാഴുന്നു Leader.